ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം ഞങ്ങളിന്ന് വയനാട് പോവാണ്. അപ്പോൾ വയനാട് ഉമ്മ ഉണ്ട്, അനിയത്തിയുണ്ട്, പിന്നെ വയനാട് ഒരു പരിപാടി ഉണ്ട്. അമ്മായിക്കൊക്കെ മരിച്ച് 40 കേട്ടോ. അപ്പോൾ അതിന് പോവാണ്. ഞങ്ങൾ 5 മണിക്ക് എണീച്ചിട്ടുണ്ട്. അപ്പോൾ മാറ്റി ഒരുങ്ങി സമയം 7 മണിയാണ് കേട്ടോ. പൊന്നു വേഗം വണ്ടിയിലേക്ക് കയറിയിരിക്കുകയാണ്. ഞങ്ങളിങ്ങനെ പോവാണ്. ഇങ്ങനെ പോയി എന്താ പറയുക, ചുരത്തിലെത്തിയപ്പോൾ അവിടെ ഈ എന്താ പറയുക, സ്വാമിമാർക്ക് പോണ വണ്ടി എന്തോ ഒരു അപകടത്തിൽ പെട്ടെന്ന് കേട്ടോ. ഒന്നും പറ്റിയിട്ടില്ല എന്നാണ് അറിഞ്ഞത്. അങ്ങനെ ചുരത്തിലൂടെ അങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഉച്ചക്കാണ് പരിപാടി. അപ്പോൾ പെട്ടെന്ന് പോവുക വിചാരിച്ച് ഞങ്ങൾ 7 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അങ്ങനെ ഉമ്മാനെയും കാണാൻ കുറേ ആയി ഉമ്മാനെ കണ്ടിട്ട്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റാണ്. മക്കൾക്കൊക്കെ ഉമ്മച്ചി ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് ഗ്ലാസ് ബ്രിഡ്ജാണ് കേട്ടോ. എന്താ പറയുക, കൽപ്പറ്റയാണിത്. ഞങ്ങൾ അങ്ങോട്ടൊന്നും പോവില്ല കേട്ടോ. ഞങ്ങൾ വയനാട് പോകും, തിരിച്ച് അതേപോലെ ഇങ്ങോട്ടും വരും. കാരണം യാത്ര ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് കേട്ടോ. ഞങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ പോകുക കേട്ടോ. അങ്ങനെ അവിടെ ഒരു 12 മണിയാകുമ്പോൾ അവിടെ വീട്ടിലെത്തി. അവിടെ ഉമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ ഉസ്താദന്മാരൊന്നും പള്ളിയിൽ നിന്ന് വന്നിട്ടില്ല. അപ്പോൾ ഒരു ചോറ് എന്താ പറയുക, മൂടിയൊക്കെ തുറന്ന് സെറ്റായണോ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. ചിക്കൻ ബിരിയാണി ആയിരുന്നു. അങ്ങനെ ഉസ്താദന്മാരൊക്കെ വന്ന് പിന്നെ ദുആയും ഇതൊക്കെ കഴിഞ്ഞ് അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ പിന്നെ ദുആയൊക്കെ കഴിഞ്ഞ് ഉസ്താദന്മാരൊക്കെ ഭക്ഷണം കഴിച്ച് പോയതിന് ശേഷമുള്ള വീഡിയോ ആണിത് കേട്ടോ. അങ്ങനെ എല്ലാവരും ഫോട്ടോ എടുക്കാനെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇത് നമ്മളെ അങ്ങളുടെ മോളാണ്, പിന്നെ അമ്മേൻ്റെ മോൻ്റെ മോളാണ്. അപ്പം ഓക്കെ ഞാൻ കുറേ നേരം വീഡിയോ എടുത്ത് പോക്കുന്നത് മതിയാവും കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വൈകുന്നേരം എല്ലാവരുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് പോയിട്ടോ. അപ്പോൾ അന്ന് രാത്രിയായി, ആകെ ക്ഷീണിച്ചപ്പോൾ ഞാൻ അന്ന് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. എന്താ പറയുക, പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ വീടൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിചാരിച്ച് ജസ്റ്റ് ഒന്ന് എടുക്കട്ടെ. വീടിൻ്റെ കോലം നോക്കണ്ട. ഇത് നമ്മൾ അനിയത്തിയാണ് കേട്ടോ. കല്യാണം കഴിഞ്ഞ ഫോട്ടോ ആണത്. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വേണം വീടൊക്കെ നന്നാക്കാൻ. ഞങ്ങൾ മാറ്റി പോകുന്ന ഒരു കോലാണിത് കേട്ടോ. ഞങ്ങൾ മാറ്റി റെഡിയായ കോലാണ്. അപ്പോൾ ഞങ്ങൾ പോയിട്ടാണ് ഉമ്മക്ക് നന്നാക്കാൻ. അപ്പോൾ പോകാൻ നേരത്ത് വീട്ടിൽ പിന്നെ ആകെ കരച്ചിലും ബഹളമൊക്കെയാണ് കേട്ടോ. അനിയത്തിക്ക് ഭയങ്കര സങ്കടമാണ്. ഓള് പറഞ്ഞാൽ എൻ്റെ നേരെ അനിയത്തിയാണ്, സുഖമില്ലാത്ത കുട്ടിയാണ് കേട്ടോ. കല്യാണമൊന്നും കഴിക്കാൻ പറ്റൂല. അപ്പോൾ ഓക്ക് പറഞ്ഞാൽ മക്കൾ വെച്ച് ജീവനാണ് കേട്ടോ. അപ്പോൾ മക്കളെ കൂടെ നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ പോകാമെന്ന് പറഞ്ഞാൽ 2 ദിവസം മുമ്പ് കരച്ചിൽ തുടങ്ങും. അപ്പോൾ ഞങ്ങൾ ഇന്നലെ പരിപാടിക്ക് പോയപ്പോൾ തുടങ്ങിയിട്ട് പിന്നെ പോകുമെന്ന് പറഞ്ഞപ്പോൾ കരയാൻ കേട്ടോ. പിന്നെ അങ്ങോട്ട് പോകുമ്പോഴുള്ള കോലമല്ല കേട്ടോ. തിരിച്ച് വരുമ്പോൾ ആർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ട് മാറ്റാനൊന്നും ആരും മുന്നിട്ട് ഇറങ്ങിയില്ല. പൊന്നൂൻ്റെയും ജിലിമോളൊക്കെ കോലം അങ്ങനെയാണ്. പിന്നെ പറഞ്ഞാൽ അവിടെ നിറച്ചും കാപ്പിയാണ് കേട്ടോ. നല്ല രസമാണ് കേട്ടോ കാപ്പി. ആ കാപ്പിൻ്റെ ഇടയിൽ ഞങ്ങളെ വീട് നല്ല തണുപ്പാണ് കേട്ടോ. ഏത് ചൂട് കാലത്തായാലും അവിടെ നിൽക്കാൻ നല്ല സുഖമാണ് കേട്ടോ. നമ്മളിവിടെ മലപ്പുറം ജില്ലയിലൊക്കെ ചൂടുള്ള പ്രദേശത്തുള്ളവരൊക്കെ അവിടെ പോയാൽ നല്ല സുഖമാണ് കേട്ടോ. നല്ലൊരു തണുപ്പ്, നമ്മൾ ഊട്ടിയിലൊക്കെ പോയ പോലെയാണ്. നല്ലൊരു തണുപ്പാണ്. പിന്നെ മക്കളൊക്കെ അവിടെ പോയാൽ ഈ റോഡ് ഞങ്ങൾ വീട്ടിലേക്കുള്ള റോഡാണ്. അവിടെ നിന്ന് ഇങ്ങനെ കളിക്കും കേട്ടോ. പോരാൻ നേരത്ത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. അന്ന് രാത്രി ആയപ്പോൾ പിന്നെ ആകെ ക്ഷീണിച്ച് കിടന്നുറങ്ങിപ്പോയി കേട്ടോ. അങ്ങനെ ഞങ്ങൾ മാറ്റി ഇറങ്ങി ജസ്റ്റ് വീഡിയോ എടുക്കുന്ന സമയത്ത് പിന്നെ കാപ്പിയൊക്കെ കണ്ടപ്പോൾ കാപ്പിയൊക്കെ നല്ലോണം കായ്ച്ച് നിൽക്കുകയാണ്, നല്ല പഴുത്തിന് കേട്ടോ. അപ്പോൾ അത് പഴുത്ത് ഉണങ്ങാനാവുമ്പോഴാണ് എല്ലാവരും എടുക്കുക. അപ്പോൾ ഞങ്ങൾ വീടിൻ്റെ ചുറ്റുഭാഗം കാപ്പിയാണ് കേട്ടോ. മരത്തിൻ്റെ ഒരു കൂട്ടിൻ്റെ ഉള്ളിലാണ് ഞങ്ങൾ വീട് കേട്ടോ. പിന്നെ ഇത് വണ്ടിയാണ്. വണ്ടിയിൽ നിറയെ സാധനങ്ങളാണ് കേട്ടോ. പോകാൻ നേരത്തും ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് വണ്ടിയിലേക്ക് വെച്ചിട്ട് ഉമ്മയും അനിയത്തിയും. അങ്ങനെ വാഴക്കൊല ഉണ്ട്, പിന്നെന്താ നെല്ലിക്കൊപ്പിലിട്ടുണ്ട്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എത്ര പോകാമെന്ന് ഇറങ്ങിയാൽ നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് മടിയായിരിക്കും നമുക്കല്ലേ. അപ്പം എന്താ പറയുക, രാവിലെ 7 മണിക്ക് പോകണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 12 മണിയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കേട്ടോ. അപ്പോൾ ഉമ്മയായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ജിരുമോക്കാണെങ്കിൽ മാറ്റാനൊന്നും കഴിയില്ല, ഞാൻ മാറ്റുന്നില്ല എന്നൊക്കെ പറയാം കേട്ടോ. ഓക്ക് ഭയങ്കര സങ്കടമാണ് പോരുക എന്ന് പറഞ്ഞാൽ. അനിയത്തി ഭയങ്കര കരച്ചിലാണ്. ഞങ്ങളെ കൊണ്ടുപോയിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പിന്നെ അപ്പോൾ ഉമ്മ പറഞ്ഞു ഇപ്പം വീട് അടിച്ചിട്ട് വരാൻ പറ്റില്ല, കുറച്ച് കഴിയട്ടെ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ യാത്ര പറയാണ് എല്ലാവരോടും. ജിലുമോക്ക് പിന്നെ ആരോട് പറയും വേണ്ട, ഒന്നും ചെയ്യണ്ട കേട്ടോ, മിണ്ടുന്നൊന്നുമില്ല കേട്ടോ. അത് പിന്നെ ഉമ്മ പറഞ്ഞ് സ്കൂൾ പൂട്ടുമ്പോൾ വരാം. അപ്പോൾ എന്നാണ് സ്കൂൾ പൂട്ടുക? സ്കൂൾ പൂട്ടുന്ന സമയത്ത് മദ്രസ ഉണ്ടാകും, മദ്രസ എന്നുള്ള സമയത്ത് സ്കൂൾ ഉണ്ടാകും. അങ്ങനെയാണ് അവസ്ഥ കേട്ടോ. അപ്പോൾ കുറേ ആയി വീട്ടിലൊക്കെ പോയി നിന്നിട്ട്.
അങ്ങനെ ഞങ്ങൾ വണ്ടിയിലേക്ക് കയറുക, ഉമ്മാനോടൊക്കെ യാത്ര പറഞ്ഞ് വണ്ടി കയറുകയാണ് കേട്ടോ. അപ്പോഴാണ് ഓർമ്മ വന്നത് കേട്ടോ, അടുത്ത വീട്ടിൽ താത്തൻ്റെ ഞങ്ങൾ അയൽവാസിയാണ്, അവിടെ കയറിയിട്ടില്ല. ഉമ്മ പോകാൻ നേരത്തെ ഈ മാങ്ങ ഉണ്ടല്ലോ ഉണക്കിയത്, ഇങ്ങനെ ഉണക്കി വെക്കും കേട്ടോ. അപ്പോൾ അത് ഒരു കഷ്ണിക്ക് തന്ന് നല്ല നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നിങ്ങൾ ശരിക്കും എന്താ കഴിക്കണേന്ന്, അത് കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് ഞങ്ങൾ താത്താൻ്റെ വീട്ടിലേക്ക് പോയില്ല. അങ്ങനെ ഞങ്ങൾ നടന്ന് താത്താൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. പൊന്നു കൂടെ ഉണ്ട്. അപ്പോൾ അവിടെ ഒരു വാവുണ്ട്, അവിടുത്തെ മോളെ കുട്ടിയാണ്. വാവുണ്ട്, അതിനൊന്ന് കാണാൻ വിചാരിച്ച് അങ്ങനെ പോയതാണ്. അങ്ങനെ അങ്ങോട്ടേക്കൊന്ന് പോയി ഓലോട് യാത്രയൊക്കെ പറഞ്ഞ് ഒന്ന് സംസാരിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാണ് ജിൽമോൾ, പിന്നെ എങ്ങോട്ടും വരുന്നില്ല, വണ്ടി കയറി കുത്തിരിക്കുകയാണ്. ഞാനില്ല എന്ന് പറഞ്ഞ് ആകെ കലിപ്പിലാണ് കേട്ടോ. പൊന്നുവിനൊന്നും അറിയില്ല, യാത്ര ചെയ്യാൻ നോക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താ പൊന്നുവിൻ്റെ കോലൊക്കെ കണ്ടില്ലേ, ഇതാണ് അവസ്ഥ കേട്ടോ. മാറ്റാനൊന്നും സമ്മതിക്കുന്നില്ല കേട്ടോ. ഇതാണ് പിന്നെ വണ്ടിയിലല്ലേ അങ്ങോട്ട് ഇറങ്ങണില്ല എന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെ തന്നെ മതി എന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ നിൽക്കുകയാണ്. അനിയത്തി പിന്നെ കരച്ചിലാണ്. ഉമ്മ ഒരു ഭാഗത്തുനിന്ന് അനിയത്തി ഒരു ഭാഗത്തുനിന്നുള്ള കരച്ചിലാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ പോയാൽ വരുന്ന കാര്യം ആലോചിച്ചൂടെ ഭയങ്കര സങ്കടമാണ്. അങ്ങനെ ഞങ്ങളവിടെ പോയി പിന്നെ യാത്ര പറഞ്ഞ് വണ്ടി കയറി പോകാൻ നിൽക്കുക കേട്ടോ. അപ്പോൾ മോള് കുറച്ച് മുന്നിലാണ്, വലിയ മോളാണ്, ഓളാണ് ക്യാമറ പിടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വണ്ടി ഇങ്ങനെ പോവാണ്. പിന്നെ ഞങ്ങൾ ചുരത്തിലൊന്നും ഇറങ്ങുകയില്ല കേട്ടോ. വണ്ടി നേരെ പോവുക, നേരെ വീട്ടിലേക്ക് എത്തും, പിന്നെ തിരിച്ചും കൊണ്ടുപോകാം. വണ്ടി യാത്ര ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ, മക്കൾക്കൊന്നും ഇഷ്ടമില്ല കേട്ടോ. പിന്നെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കണം വിചാരിച്ച് ഞാൻ എന്താ ചായത്തോട്ടത്തിലൊക്കെ അവിടെ ഇറങ്ങുമ്പോൾ ഒന്ന് എടുക്കാൻ വിചാരിച്ച് അങ്ങനെ നിന്ന്. അപ്പോൾ പോകുമ്പോൾ ഞങ്ങൾ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു അമ്മ ഉണ്ടായിരുന്നു. അമ്മ പിന്നെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ കാപ്പി പഴുത്ത കണ്ടപ്പം അതും എടുത്തിട്ടോ. നല്ല രസമുണ്ട് കേട്ടോ കാപ്പി പഴുത്ത കാണാൻ, നിറച്ചും ചെറിയ കുഞ്ഞു മരങ്ങളായതുകൊണ്ട് നല്ല രസമാണ് കേട്ടോ കാണാൻ. അപ്പോൾ അമ്മ കൈയാട്ടി പോവുകയാണോ എന്താണ്, പിന്നെ എപ്പം ഇനി വരിക എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനോട് യാത്ര പറയാൻ കേട്ടോ. ഞങ്ങൾ വീടിന് തൊട്ടടുത്തുള്ള അമ്മയാണ്. അപ്പോൾ അമ്മേനോടൊക്കെ യാത്ര പറഞ്ഞ് അങ്ങനെ ഞങ്ങളിങ്ങനെ പോയോണ്ട് ഇപ്പോൾ കൽപ്പറ്റ കേട്ടോ. അത്ര നല്ല രസമുണ്ട് കാണാൻ, ഭയങ്കര ഭംഗി കേട്ടോ കാണാൻ, ചെടിയൊക്കെ കാണാൻ. അങ്ങനെ ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്തതാണ്. സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ. അങ്ങനെ അവിടെ ചായത്തോട്ടത്തിലെത്തിയപ്പോൾ അവിടെ നെല്ലിക്ക ഉപ്പിലിട്ടത് മാങ്ങ ഉപ്പിലിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ജിലുവിനൊന്ന് സോപ്പിടാൻ വിചാരിച്ചിട്ട് മാങ്ങ ഉപ്പിലിട്ട് വാങ്ങിട്ടോ. അപ്പോൾ ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങൂല എന്നൊക്കെ പറഞ്ഞ് കലിപ്പിൽ നിൽക്കുകയാണ്. അങ്ങനെ മാങ്ങയൊക്കെ വാങ്ങിക്കൊടുത്തപ്പോൾ ഒന്ന് ചെറിയൊരു മാറ്റം വന്ന്. അങ്ങനെ എന്താ ചെരുപ്പൊക്കെ കണ്ടില്ല, വീട്ടിലിടേണ്ട ചെരുപ്പൊക്കെ എടുത്താൽ വരുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ ചായത്തോട്ടത്തിലൊക്കെ കയറി സിപ്പ് ലൈനൊക്കെ ഉണ്ട്, അതൊക്കെ കണ്ട് ഒന്ന് റീൽസ് എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ചെറിയ റീൽസിന് ജിലുവിനെ പിടിച്ച് നിർബന്ധിച്ചപ്പോൾ വന്നിട്ടോ. പിന്നെ ഓള് പോയി പിന്നെയും വണ്ടിയിൽ തന്നെ പോയി നിൽക്കുകയാണ് കേട്ടോ. ഒന്നിനും ആവില്ല. എന്താ മാങ്ങ തിന്ന് കഴിയുന്നവരെ നിന്നു. പിന്നെ ഓള് ഞാൻ പോവാണ് പോയി. പൊന്നു ഉഷാറാണ് കേട്ടോ. അവിടെ വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ വണ്ടിയിലൊക്കെ കയറ്റി നിർത്തി ഓളാകെ എൻജോയ് ചെയ്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് 2-3 റീൽസൊക്കെ എടുത്ത്, പിന്നെ അവിടെ 2 ആൾക്കാരുണ്ട്, ഓല് ഫോട്ടോ ഒക്കെ എടുക്കണം, അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുത്ത് അങ്ങനെ ഇറങ്ങിയിട്ടത് അവരാണ്. അങ്ങനെ ഞങ്ങളതൊക്കെ കണ്ട് എന്താ പറയുക അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചുരം പിന്നെ ഞാൻ അങ്ങനെ റീൽസൊന്നും എടുത്തിട്ടില്ല കേട്ടോ, വീഡിയോ എടുക്കാനില്ല. അപ്പോൾ ഇത്ര ഉള്ളൂ, വീണ്ടും വരാം. അപ്പോൾ ഇത്ര എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി വീണ്ടും കാണാം വേറൊരു വീഡിയോ ആയിട്ട്. അതുവരേക്കും അസ്സലാമു അലൈക്കും.